TMC ഉസ്താദിനെ സംബന്ധിച്ച് ചിറ്റടി മീത്തൽ ഉറൂസിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം, മടവൂർ ശൈഖുന TMC ഉസ്താദ് ശരിയല്ലെന്നും TMC ഉസ്താദിൻ്റെ കൂടെയുള്ള ഒരു സംഘടനാ നേതാവ് ശരിയാണെന്നും പറഞ്ഞു എന്നാണ് ഒരു തങ്ങളുട്ടി പ്രസംഗിച്ചത്. നമ്മളെ കേൾപ്പിച്ചിരുന്ന ഒരു ചെറിയ ഭാഗം കൂടി കേട്ടോളൂ. സമയത്തൊക്കെ അല്ല, അവിടുന്ന് തന്നെ നേരിട്ട് തീരുമാനമുണ്ട്. ഇന്നും എറണാകുളത്ത് തോപ്പുംപടി അവിടെ പോയി ചെന്ന് അന്വേഷിച്ച് ഇന്നും ഹയാത്തുള്ള ആളുകളുണ്ട്. CM വലിയുള്ളാഹിയുടെ പേരിൽ ഇല്ലാത്ത ഔസാഫുകൾ വെച്ച് കെട്ടി ഒരു മനുഷ്യൻ TMC. അന്ന് ഉപ്പ അവിടെ ബന്ധപ്പെട്ടു. അവസാനം രണ്ടുപേരെയും ആ നാട്ടുകാർ, തോപ്പുംപടിയിലെ നാട്ടുകാർ CM വലിയുള്ളാഹിൻ്റെ അടുക്ക കൊടുന്നു. ഇതിൽ ആരതാണ് സത്യം? നിങ്ങൾ പ്രസ്ഥാനം, സംഘടന ഇതാണ് വലുതെന്ന് പറയുന്നു. നിങ്ങളും പറയുന്നത് CM വലിയുള്ളാഹിയാണ്. ഈ പറയുന്ന മനുഷ്യനും CM വലിയുള്ളാഹിനെ പറയും. ഇവരുടേതായ വ്യക്തിപരമായിട്ട് അങ്ങേയറ്റം നിങ്ങളെ വാഴ്ത്തുന്നുണ്ട്. TMC നിങ്ങളുടെ നാട്ടിൽ പോവുക, പഠിച്ചതനുസരിച്ച് മദ്രസയിലോ പള്ളിയിലോ നിൽക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ ആശയവും ഈ മനുഷ്യൻ പറയുന്ന ഇയാളാണ് സത്യം. ഇയാൾ പറയുന്നത് പോലെ പ്രസ്ഥാനത്തിൻ്റെ ഇതാണ് എൻ്റെ ആശയം. ഇത് കേട്ട ആൾക്കാർ ഇന്നും ഇവിടെ ഉണ്ട്. എറണാകുളത്ത് തോപ്പുംപടിയിലെ ഹയാത്തിലുണ്ട്. തോപ്പുംപടിയല്ല, ഞങ്ങളെ ആ സ്ഥലം തന്നെ തെറ്റിപ്പോയി. അപ്പം അവിടുന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞു കൊടുത്താൽ അത്രേ, അങ്ങനെ പറഞ്ഞേക്ക്. അതിൽ തുടങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ, മടവൂർ ശൈഖുനാൻ്റെ പേരിൽ ഇല്ലാത്ത മദ്ഹ് പറയുന്ന TMC എന്ന മനുഷ്യൻ. സ്വന്തം വാപ്പ പറഞ്ഞ് അത്രയൊന്നും ചിലപ്പോൾ TMC നേരിട്ട് മൈക്കിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത്തങ്ങളെ വാപ്പ വൈലത്തൂർ തങ്ങളാണല്ലോ. വൈലത്തൂർ തങ്ങൾ പറഞ്ഞ നേരത്തെ ഞാൻ ഉദ്ധരിച്ച്, ലോകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ന് വരെ എന്നെപ്പോലെ ഒരാൾ വന്നിട്ടില്ല എന്നാ പറഞ്ഞു. ഇതില്ലാത്ത മദ്ഹാണ് എന്നാണ് എപ്പിക്കാർ മുഴുവൻ പറയുന്നത്. ഞങ്ങളെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളെ പരാമർശിക്കാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ TMC ഉസ്താദിൻ്റെ നേരെയോ മശായിഖിൻ്റെ ആളുകൾക്ക് നേരെയോ വിരൽ ചൂണ്ടിയാൽ അവിടെ പിന്നെ മുഖം നോക്കാതെ മറുപടി പറയാനാണ് ഞങ്ങളോടുള്ള നിർദ്ദേശം. അത് ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വല്ല കഥ അറിയോ? സ്വന്തം വാപ്പനെ അറിയൂ? വാപ്പനെ തന്നെ അറിയുമോ? പാപ്പ ചെയ്തിരുന്ന പണി മോനെ ഏൽപ്പിച്ചപ്പോൾ പാപ്പ ആവൂല മകന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. തോപ്പുംപടി എന്നൊരു സ്ഥലം എവിടെ? അവിടെ അങ്ങനെ ഒരു സ്ഥലം തന്നെ അവിടെ അല്ല. തോട്ടത്തുംപടി എന്നാണ് ആ പറയുന്ന ആ സ്ഥലത്തിൻ്റെ തന്നെ പേര്. അതിനെ മാറിപ്പോയിട്ടുണ്ട്. മഹാനരായ ഷെയ്ഖ് മടവൂര് ശൈഖുന CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറ TMC ഉസ്താദിനോട്, നിങ്ങൾ TMC ഉസ്താദിനോട് വീട്ടിൽ പോകാൻ പറയും, പള്ളിയിൽ പോകും, അതൊക്കെ അവർ പറയുന്നതാണ്. അത് നമ്മളോട് മശായിഖ് പറയില്ലേ, ഈ വീട്ടിൽ പോയിക്കോന്ന് അറിയും, ചിലപ്പോൾ ഇങ്ങോട്ട് വന്നോന്ന് അറിയും, അവിടേക്ക് പോകണ്ടെന്നറിയും. അതൊക്കെ അവരുടെ തെർബിയത്തിൻ്റെ ഭാഗം. അതല്ല എൻ്റെ വിഷയം. നിങ്ങൾ ശരിയല്ല, ഈ നിൽക്കുന്ന സംഘടനാ നേതാവാണ് ശരിയെന്ന് ശൈഖുന പറയും. മടവൂർ ശൈഖുന പറയാ. അവർ വിപ്ലവകാരികൾ എന്ന് പറഞ്ഞ് തള്ളിയ ടീമിനെ ശൈഖുന പറയാം. അങ്ങനെ പറഞ്ഞൊരനുഭവസ്ഥനെ കൊണ്ടുവരാൻ ഈ തങ്ങളെയും അയാളെ കൊണ്ടുവന്ന ചിറ്റടി മീത്തലിലെ ഈ പറയപ്പെട്ട സംഘാടകരെയും ഞങ്ങൾ വിളിക്കുകയാണ്. അല്ലാന്ന് തെളിയിക്കുന്ന അനുഭവസ്ഥരെ ഞങ്ങൾ കൊണ്ടുവരാം. TMC ഉസ്താദ് നിങ്ങളെപ്പോലെ ഈ തങ്ങളുട്ടിയൊന്നും ചിലപ്പോൾ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ആ തങ്ങളുട്ടി പറയുന്നുണ്ട്, ചില ആളുകളൊക്കെ ഇപ്പം മടവൂർ ശൈഖുനാൻ്റെ ആളുകളാണ് പറഞ്ഞ് വരുന്നത്, ശൈഖുന വഫാത്താവുമ്പോൾ അവർക്ക് തെമ്മീസനായിട്ടില്ല. അത് സ്വന്തം നോക്കിയാൽ മതി. ഞങ്ങളെ മശായിഖൊക്കെ എന്ന് പറഞ്ഞാൽ വരുമ്പോൾ തന്നെ തെമ്മീസും റഷീദൊക്കെ ആയിട്ട് കുത്തുബായിട്ട് വന്നോല. മശായിഖന്മാർ ആ കാലവും ഈ കാലവും രണ്ടിനും സാക്ഷിയായവരാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മശായിഖുമാർ. അവരെയൊന്നും ശൈഖുനാൻ്റെ വഴി നിങ്ങളാരും പഠിപ്പിക്കുകയും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശൈഖുന അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താ? TMC ഉസ്താദും ശൈഖുനയുമായുള്ള ബന്ധം കൂടുതൽ നീട്ടുന്നില്ല. അത് TMC ഉസ്താദ് തന്നെ അവിടുത്തെ പ്രഭാഷണങ്ങളിൽ പറയുന്നുണ്ട്. ദ്വീപിൽ ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ലീവിന് നാട്ടിൽ വരുന്നത് വരെ ശൈഖുനാൻ്റെ നിർദ്ദേശത്തിലാണ്. ആര്? TMC ഉസ്താദ്. ഇന്ന് അവരെ ഷെയ്ഖിൻ്റെ അടുത്ത് അവർ പോകുന്നത് ശൈഖുനാൻ്റെ നിർദ്ദേശത്തിലാണ്. അന്ന് ദ്വീപിലുണ്ടായ ഒരനുഭവം TMC ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. അത് നമുക്കൊന്നൊരല്പസമയം കേൾക്കാം. TMC ഉസ്താദിൻ്റെ ഒരു മദതും നമുക്ക് കിട്ടണമല്ലോ. അതിനു വേണ്ടി
അവരുടെ പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. ഞാൻ ദ്വീപിൽ കോളേജിൽ ജോലി ചെയ്യുമ്പോഴുണ്ടായ ഒരു സംഭവം. CM വലിയുള്ള എന്നോട് വലിയ പെരുന്നാളിന് നാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിരുന്നു. മഹാനവർകൾ പറഞ്ഞു എന്നതുകൊണ്ട് ഞാനത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ദ്വീപിനെ പിടിച്ചു കുലുക്കുന്ന വിധത്തിലുള്ള മഴയും കടൽക്ഷോഭവുമായിരുന്നു അവിടെ. പോരാനായ സമയത്ത് ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു എനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന്. അവരത്ഭുതപൂർവ്വം പറഞ്ഞു എങ്ങനെ പോകുവാനാണ്? ഞാൻ പറഞ്ഞു അവസരമാകുമ്പോൾ അതിന് സൗകര്യപ്പെടും. തലേന്ന് രാത്രി ഞാൻ ഷെയ്ഖുനയോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ഷെയ്ഖുന എന്നോട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വരണമെങ്കിൽ കടൽ ശാന്തമാകണം, മഴ നിൽക്കണം, അത് അവിടുന്ന് ചെയ്തു തരണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയും പറഞ്ഞ പോലെ മഴ നിൽക്കുകയും ചെയ്തു. ഞാൻ കപ്പലിൽ കയറുന്നത് വരെ മഴ നിന്നു. കപ്പലിൽ കയറിയ ഉടനെ വീണ്ടും മഴ ആരംഭിച്ചു. അന്നത്തെ സംഭവം കഠിനമായ തിരം. അതായത് ദ്വീപിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഷെയ്ഖുന അന്ന് പെരുന്നാളിന് ലീവിന് വരണമെന്ന് ഷെയ്ഖുന പറഞ്ഞതാണ്. പക്ഷെ ഭയങ്കര മഴയായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം. കപ്പലും പോകണമെങ്കിൽ ഇതിൻ്റെ ഒരു ശാന്തത വേണമല്ലോ. അപ്പോൾ ഷെയ്ഖുനയോട് ഞാൻ നേരെ പറഞ്ഞു, ഷെയ്ഖുന അയാത്തിലുണ്ട്, ഷെയ്ഖുനയോട് ഞാൻ ഉള്ള സ്ഥലത്തുനിന്ന് പറഞ്ഞു, എന്ത് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അങ്ങ് വരാൻ പറഞ്ഞിട്ടാണ്, അതുകൊണ്ട് മഴ നിൽക്കണം, അല്ലാതെ എനിക്ക് പോരാൻ പറ്റൂല. കാരണം അവരത്രയും ബന്ധമാണ്. മഴ അവരുടെ ആ വരവിന് വേണ്ടി നിന്നു കൊടുത്തു. കപ്പൽ വന്നു, കപ്പലിൽ കയറി, മഴ തുടങ്ങി, കൊച്ചിയിലെത്തി. കൊച്ചിയിലെത്തോളം മഴ തന്നെ. പക്ഷേ അവർ സഞ്ചരിക്കുന്ന കപ്പലിൽ മാത്രം സ്പെഷ്യൽ ഒരു പ്രൊട്ടക്ഷൻ നൽകപ്പെട്ടു. ഇവിടെ എത്തി, ഷെയ്ഖുനാനെ കണ്ടു, അവിടെ നിന്ന് പുഞ്ചിരിച്ചു, നല്ല സംസാരം, അങ്ങനെ എത്ര അനുഭവങ്ങൾ. വഴുതിന് പോയ ഒരുപാട് കഥകൾ അതിൽ പറയുന്നുണ്ട്. നല്ല കർക്കിടം മാസത്തിൽ വഴുത് നിശ്ചയിച്ച് കുടുങ്ങിയത്. ഷെയ്ഖുന പറഞ്ഞു, നിങ്ങൾ വഴുതല്ലേ നിശ്ചയിച്ചിട്ടുള്ളൂ, മഴ നിങ്ങൾ നിശ്ചയിച്ചിട്ടില്ലല്ലോ, വഴുതിന് മഴ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ TMC ഉസ്താദ് വഴുത് പറഞ്ഞ കഥകൾ. ഇങ്ങനെ ഓരോ നിമിഷവും മറ്റേ പറഞ്ഞില്ല, ആനം ഫാനൻ എന്ന് പറഞ്ഞല്ലോ, ഓരോ സമയത്തും ഷെയ്ഖുനയുടെ തെർബിയത്തിൽ, ഷെയ്ഖുന ഏൽപ്പിച്ചു കൊടുത്ത മശായിഖിന്റെ തെർബിയത്തിൽ ജീവിച്ച അവര് ശരിയല്ലെന്ന് ഷെയ്ഖുന പറഞ്ഞു എന്ന് ഇത്തങ്ങൾ പറഞ്ഞത് പച്ചയായ കള്ളത്തരമാണ്. ബുഹ്താൻ ത്വരീഖത്തിന്റെ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ ഈ തങ്ങളെ ആക്കാൻ പറ്റും വേണമെങ്കിൽ. കള്ളത്തരം മാത്രം പറയാ, അത് കള്ളത്തരമാണെന്നതിൻ്റെ തെളിവെന്താ? ഞാൻ പറഞ്ഞിരുന്നു, ആ മഹത്തായ ഹദറത്തിൽ ഞാനും വന്നിരായ ഷെയ്ഖുനയും TMC ഉസ്താദ് ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ അവർ ചോദിച്ചല്ലോ, TMC മരണത്തെ പേടിയുണ്ടോ, ഭയക്കുന്നുണ്ടോ? ഒന്നും വേണ്ടിയില്ല. നല്ല ഒരു ദിവസം, നല്ല ഒരു രാത്രിയിൽ നമ്മുടെ 40 മശായിഖന്മാർ, നമ്മുടെ സിൽസിലയിലെ 40 മശായിഖന്മാർ അവരൊന്നിച്ച് ചുറ്റും കൂടിയിരുന്ന് ഏറ്റവും നല്ല അവസ്ഥയിൽ, ഏറ്റവും നല്ല രാവിൽ നിങ്ങളുടെ മരണം അന്നാണ് സംഭവിക്കുക എന്ന് അവർ പറയുന്ന ഞങ്ങൾ നേരെ കേട്ടതാണ്. സമിഅതു ബിയൂദിനയ്യ, നമ്മൾ നേരിട്ട് കേട്ടതാണ്. പിന്നെ മിഅ്റാജിന്റെ രാവിൽ അവിടെ നിന്ന് വഫാത്താകുന്നു. മടവൂര് ശൈഖുനയോട്, അതുപോലെ താഴേക്കോട് ഹസനു സാഹിദ് തങ്ങളോട്, അങ്ങനെയുള്ള അക്കാലത്തെ മശായിഖിനോടൊക്കെ ബന്ധായി എന്ന് മാത്രമല്ല, അത് മുറിയാതെ ഇസ്തിഖാമത്തിലായി നിലനിർത്തി അവരെ വഫാത്ത് വരെ അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് മാത്രമല്ല, നിങ്ങളെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുകയും ചെയ്തു. അല്ലേ? മടവൂർ ശൈഖുന അന്ന് പയച്ചു പറഞ്ഞാൽ പിന്നെ നന്നാവില്ലോ. എന്താ വഫാത്താകണ നേരത്ത് ആരാ ആദ്യം വന്ന്? കാന്തപുരം ബക്കർ മുസ്ലിയാർ. ആരാ മയ്യത്ത് സ്കരിച്ചത്? ചെറിയ പി ഉസ്താദ്.
അപ്പോൾ ഒരാളിനോട് പറഞ്ഞ് വല്ല ദോഷമുണ്ടെങ്കിൽ പുറത്തോട്ട് നേരത്തെ നിൽക്കരിച്ചതാണ് എന്നാണ്. അങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും പോയി നിൽക്കരിച്ചേക്കി. ഞങ്ങളൊന്നും മരിച്ചാൽ വരണ്ട, വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി പോയി നിൽക്കരിച്ച് നോക്കി എന്തെങ്കിലുമൊക്കെയാണ് പറയാ. നോക്കൂ, നിങ്ങൾ അന്നത്തെ മാതൃഭൂമിയിൽ AP ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന കൊടുത്തിട്ട് കണ്ടില്ലേ, TMC മുക്കത്തിൻ്റെ വിയോഗത്തിൽ നഷ്ടമാകുന്നത് പ്രതിഭയുടെ സാന്നിധ്യം. അതിൻ്റെ ലാസ്റ്റ് കാണാ, വിശുദ്ധ ദിനമായ മെഹ്റാജ് രാവിലെ ആരോഹണമാണ് TMCയുടെ വിടവാങ്ങലെന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ TMCയെ അനുസ്മരിച്ചത്. അതിൽ ഏറ്റവും വലിയ അനുസ്മരണം മൂപ്പരൻ എങ്ങനെ അനുസ്മരണം ആർക്കും നടത്തിയിട്ടുണ്ടാവില്ല. മിറാജ് രാവിലെ ആരോഹണം എന്തിനാ? മിറാജ് രാവിലെ എന്തിനാ മിറാജ്? അള്ളാഹുവിനെ കാണാൻ, ലിഖാഉല്ലാഹ്, ഏറ്റവും വലിയ സംഭവം. അതിലേക്ക് TMC ഉസ്താദ് നേരെ പോയതാണ് എന്ന് പറഞ്ഞതാരാ? കാന്തപുരം ഉസ്താദ്. ആരാ റിപ്പോർട്ട് ചെയ്ത്? മനോരമ മാതൃഭൂമിയൊക്കെ, ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതല്ല. അപ്പൊ തങ്ങളെ നിങ്ങൾ പറഞ്ഞ കള്ളമാണ് എന്നല്ലേ അതിൻ്റെ മഅന? വഫാത്താകുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ മിഅ്റാജ് തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. എന്താ പറയാൻ കാരണം എന്നറിയോ? പഴയ കാലത്ത് തന്നെ മടവൂര് ശൈഖുന നേരെ കാണിച്ചു കൊടുത്ത കാലഘട്ടത്തിൻ്റെ ഉന്നതാധികാരികളുണ്ട്. പ്രകൃതിയെപ്പോലും മറികടന്ന മഹാരഥന്മാർ. അവരുടെ തിരുഹലറത്തുകളിലേക്ക് നിങ്ങൾ പോയപ്പോ ആ പോകുന്നതിന് നിങ്ങൾക്ക് ഇടയിൽ നിങ്ങളെ സഹായിച്ചത് ബഹുമാനപ്പെട്ട TMC ഉസ്താദല്ലേ? അവരെ കാണാൻ വിളിക്കുന്ന സ്ഥലമാണ് TMC ഉസ്താദ്. അവരെ കാണെങ്കിൽ ഇവിടെ വിളിക്കണം. അതുകൊണ്ടല്ലേ മൈസൂരിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ കാണിച്ച വീഡിയോയിൽ തന്നെ മൂപ്പര കൂടെ ഉണ്ടല്ലോ TMC ഉസ്താദ്. TMC ഉസ്താദിനെ അറിയാലോ മൂപ്പർക്ക്. നിങ്ങൾ 3-4 ആൾക്കാർ കാലിലെ ചുവപ്പ് മാറാതെ നീച്ചു വന്നിട്ട് ഇത് ശരിയല്ല പറഞ്ഞാൽ നടക്കുപ്പത്. അന്നത്തെ ആ വീഡിയോ ഒന്ന് കണ്ടോക്ക്. മൈസൂരിൽ കണ്ടോ? അന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവരിയ്ക്കുന്നു, ഇപ്പുറത്തിരിക്കുന്ന ആരാ? ഒന്നുകൂടി ആ തൊപ്പിയിട്ടാണ് നിൽക്കുന്ന അതാണ് TMC ഉസ്താദ്. അവരെ കൂടെ പുറത്താരാള്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. പച്ച നുണ അങ്ങോട്ട് പറയാ, അതും ശൈഖുനാന്റെ ഉറൂസിൽ. ഇതൊക്കെ ശരിക്ക് പഠിപ്പിച്ചു തന്നല്ലേ നിങ്ങളെ നേതാക്കളെ തന്നെ. നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ചെറിയ AP ഉസ്താദിനെയും AP അബൂബക്കർ മുസ്ലിയാരെയും കൂടെ ഇരുത്തിയിട്ട് TMC നിങ്ങൾ പുറത്താക്കിയില്ലേ? നിങ്ങൾ കാഫിറാക്കിയില്ലേ? നിങ്ങൾ എന്തൊക്കെയാക്കി? എന്നിട്ട് എന്താണ്ടായത്? മിഹ്റാജ് രാവിൽ നമ്മൾ കല്യാണം കഴിച്ചല്ലേ മൂപ്പരെ പറഞ്ഞയച്ചത്. നേരെ പറഞ്ഞതല്ലേ അവരെ. എത്ര ഭാഗ്യാണത്. അവരെ തൃപ്തിയിൽ TMC ഉസ്താദ് വഫാത്തായി എന്നല്ലേ അതിൻ്റെ മഅന. നേരെ പറഞ്ഞപ്പോൾ അങ്ങനല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ അവിടെ ധൈര്യം ഉണ്ടായോ? പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ എടുക്കാതെ പോണ്. അതുകൊണ്ട് അയ്യാതി പ്രസ്താവന ഒന്നും ആരും നടത്തണ്ട. ആ ഭാഗം നമുക്കൊന്നുകൂടി കേൾക്കാം. 2 ആളുകളെയും ഇരുത്തിയിട്ട് അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വാക്ക്, ഒരു ആലിമിന് കിട്ടേണ്ട ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് മടവൂർ ശൈഖുനയുടെ പൊരുത്തവും ആ പൊരുത്തം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കാലഘട്ടത്തിലെ മശായിഖ് അവർക്ക് നൽകുന്ന ആദരവും ബഹുമാനവും, അവർക്ക് നൽകുന്ന അംഗീകാരവും. അത്രയും പണിയെടുത്തിട്ടുണ്ട്, വെറുതെ ഒന്നുമല്ല. നല്ല പ്രഭാഷകനായ കാലം, എല്ലാ സ്ഥലത്തും വഅ്ള് പറയുന്ന കാലം, മർക്കസിലെ അധ്യാപകനായ കാലം. ആ കാലത്താണ് അവരുടെ ശൈഖിൻ്റെ സമീപത്ത് ചെന്നെത്തുന്നത്. അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് മടവൂര് ശൈഖുന. പല ആരോപണങ്ങളും വന്നു. പൊന്മള അന്ന് തന്നെ വന്നു. പൊന്മള പണ്ട് പറഞ്ഞാണെന്ത്, അതൊക്കെ അസ്തമിച്ചു പോയി. പറഞ്ഞ ആളിപ്പോൾ കാണാനല്ല. ആള് പിന്നെ അസ്തമിക്കൂല, കാരണം ഉദിച്ചിട്ടെന്നല്ലോ. പിന്നെ എങ്ങനെ അസ്തമിക്കാൻ? ഈമാൻ തെറ്റിന് പേടില്ല, കാരണം ആ സാധനമല്ല, പണ്ടല്ല. പിന്നെ എങ്ങനെ തെറ്റാനാ? ഈ പറഞ്ഞതുപോലെയാണ് സംഗതി. അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഇതൊക്കെ. അപ്പം അത്രയും ഈ എതിർപ്പുകളൊക്കെ വന്നിട്ട് അതിനെ മെയിൻറ്റ് ചെയ്യാതെ നിന്ന സ്ഥലത്ത് വർഷങ്ങളോളം അവർ ഏൽപ്പിച്ച എല്ലാ ഡ്യൂട്ടിയും പൂർത്തിയാക്കി ചെയ്ത് നിന്ന ആളാണ് ബഹുമാനപ്പെട്ട TMC ഉസ്താദ്. നമ്മുടെ മജ്ലിസിൽ അവർ വന്നിട്ടുണ്ട്.
കോഴിക്കോട് ഖവാലി നടക്കുമ്പോൾ അന്ന് അവിടെ നിന്ന് നമുക്ക് വഅദ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ കാണുമ്പോഴൊക്കെ സംസാരിക്കുക മശായിഖിൻ്റെ അദബിനെ സംബന്ധിച്ചാണ്, അവരുടെ അനുഭവങ്ങളെ സംബന്ധിച്ചാണ്. അവരെ മശായിഖിൻ്റെ വലിപ്പത്ത് ദുന്യവിയായ ഒരു വർത്താനവും പറയില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അവരിങ്ങനെ പറയും ശൈഖുനയെ സംബന്ധിച്ച്, അവരനുഭവിച്ച ചരിത്രങ്ങൾ, കഥകൾ ഈ രംഗത്ത് കടന്നു വരുന്ന നമുക്ക് പ്രചോദനമാകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. ഒരുപാട് കാലം അതുണ്ടായിരുന്നുവെങ്കിൽ ശൈഖുന തന്നെ നമ്മോട് പറയും, നിങ്ങൾ TMC ഉസ്താദിൻ്റെ അടുത്ത് പോയിരിക്കണം, എന്നിട്ട് നല്ല നല്ല സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടാവും, അതൊക്കെ നമുക്ക് തുണയാകും എന്ന് നമ്മളോട് പറയാറുണ്ടായിരുന്നു. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. AP അബൂബക്കർ മുസ്ലിയാരൊക്കെ ഇരുത്തി പറഞ്ഞു കൊടുത്ത സംഭവം. ഒന്ന് കാണിക്കണോ? TMCനെ ഞാൻ നല്ല അന്തസ് പറഞ്ഞയച്ചു, നല്ല അന്തസ്സിലാ പറഞ്ഞയച്ചു. നിങ്ങൾ പുറത്താക്കി, അവസ്ഥയും പുറത്താക്കി, നാട്ടുകാരും പുറത്താക്കി, കുടുംബക്കാരും പുറത്താക്കി, വീട്ടുകാരും പുറത്താക്കി, അയാളെ കാഫറാക്കി, കുട്ടിച്ചാത്തനാക്കി, നല്ല അന്തസ്സില് കല്യാണം തന്നെ കഴിച്ചു. മീറാജ് എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചു വിട്ടതാ. അതിനാണ് ഹൗസ് എന്നറിയ, അല്ലാണ്ട് വേറെ ആരും അവിടെ ഹൗസ് കഴിച്ചില്ല. ചിലക്ക് എന്തോ നേർച്ചാന്ന് പറഞ്ഞ് തുടിച്ചാക്കാൻ വേണ്ട നല്ല അന്തസ്സിൽ പറഞ്ഞയച്ചു എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞയച്ചു പറയാൻ അധികാരമുള്ള കസേരയിൽ ഇരുന്നിട്ടാ പറയുന്നത്. കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ചു, അതാണ് അറൂസ്. അറൂസ് എന്ന് പറഞ്ഞാൽ മയന അതാണെന്നാണ് മൊയ്ലിയന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. വലിയ മൊയ്ലിയാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ശൈഖുള്ളത് മനസ്സിലായില്ലേ? കച്ചവടത്തുമ്പോൾ നിൽക്കൂലത്, ഇത് കച്ചവടത്തിലൊന്നും നിൽക്കൂലത്. നല്ല അന്തസ്സിൽ ഞാൻ പറഞ്ഞയച്ചു എന്ന് കാലഘട്ടത്തിലെ മശായിഖ് ഒരു ആലിമിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ട വാചകം. ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങളോട് ഹബീബായ തങ്ങൾ എന്നെ കണ്ടു. ആര്? ഇമാം ഷാദുലി ഇമാം പറയാണ്, ഹബീബായ തങ്ങൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇന്ന് ഭൂമിയിൽ ഇസ്സുദ്ദീൻ തങ്ങളെപ്പോലെ പവറുള്ള ഒരു ആലിമില്ലാന്ന് ഹബീബായ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അംഗീകാരം, അത് മശായിഖ് കൊടുക്കുന്ന അംഗീകാരമാണ്. അതാ പറഞ്ഞ അന്തസ്സിൽ പറഞ്ഞയച്ചു, കല്യാണം തന്നെ കഴിപ്പിച്ചു വിട്ടു. അതിനൊക്കെ പല മഴനി ഉണ്ടാവും. അവരാണ് പറയുന്നത്, അവർ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത്രയും ഉന്നതമായി മെഹറാജിൻ്റെ രാവിൽ നിങ്ങൾ കാഫിറാക്കി, നിങ്ങൾ പുറത്താക്കി പറഞ്ഞു കേട്ടില്ല. ഞങ്ങൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പുറത്താക്കി. എന്തുണ്ടായത്? എന്നിട്ട് നമ്മൾ അന്തസ്സിൽ പറഞ്ഞയച്ചു, അത് നമ്മൾ വിചാരിച്ചാൽ നടക്കാൻ മാത്രമേ ഉള്ളൂ എന്നാണ് അല്ലേ പറഞ്ഞു തരുന്നേ. അപ്പൊ TMC ഉസ്താദിനെ സംബന്ധിച്ച് ഈ കാലത്തെ മശായിഖും അന്നത്തെ മശായിഖും അന്നത്തെ ഉലമാവും നിങ്ങളുടെ നേതാക്കളടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നത് മറന്നുകൊണ്ട് സംസാരിക്കരുത്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആലിമീങ്ങളെ അള്ളാഹ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് അവൻ്റെ ആളുകൾ ഇഷ്ടപ്പെട്ടു എന്നതാണ്. അവനെക്കുറിച്ച് പറയാനൊന്നും ഈ നാട്ടിൽ ഒരു AP കുട്ടിയും വളർന്നിട്ടില്ല എന്നാണ് TMC ഉസ്താദിൻ്റെ നാടായ കൊടുവള്ളിയിൽ വെച്ച് ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.